ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടൻ വിഭവമാണ്. നമ്മുടെ ചക്ക സീസണൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം, ചക്കക്കുരു മാങ്ങ കറി. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കഴിഞ്ഞ സീസണിൽ കുറേ ചക്കയുടെ പുതുമയേറിയ വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതൊക്കെ ഒന്നെടുത്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഒരു 10-40 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചെറിയ ചക്കക്കുരു തോല് കളഞ്ഞ് വൃത്തിയാക്കി അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ആവശ്യമായിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചേറെ ചക്കക്കുരു ഉള്ളതിനാൽ ഒരു വലിയ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയൊക്കെ ഉള്ള മാങ്ങയാണ് ഇത്. തൊലിയെല്ലാം കളഞ്ഞ് ഒരു ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാം. കുറയ്ക്കണമെന്നുള്ളവർക്ക് പുളി കുറച്ച് മതി എന്നുള്ളവർക്ക് ഇതിൻ്റെ പകുതി മാങ്ങ ചേർത്താൽ മതിയാവും. പിന്നെ പുളിയൊക്കെ സാധാരണ ഇഷ്ടമുള്ളവർക്ക് ഒരു ഫുൾ മാങ്ങ ചേർക്കാവുന്നതാണ്. അപ്പം പിന്നെ ഓരോ മാങ്ങയുടെയും പുളി അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ് തേങ്ങ. എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു 2-3 കുഞ്ഞുള്ളി, ചെറിയ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 വറ്റൽമുളക്. ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല, അതിന് പകരം ഞാൻ 4 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടിയും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 4 വറ്റൽമുളക് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി, ഒരുപാട് ലൂസായി പോകരുത് അരപ്പ്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരിഞ്ഞെടുത്ത ചക്കക്കുരു ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നിറയെ വെള്ളം ഒഴിക്കുക. ചക്കക്കുരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളത്തോളം ഏകദേശം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചക്കക്കുരു പകുതി വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടെ, ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വേവിക്കുകയാണ്. ഇനി തിള വരുമ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കാം, ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് എടുത്ത് പ്രസ് ചെയ്ത് നോക്കുക. ഒരു പകുതി വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ചേർക്കുകയാണ്. ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങ വേവുന്നതിനുള്ള വെള്ളമില്ല, ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മാങ്ങയും ചക്കക്കുരും നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം തീയിലിട്ട് വേണം ഇതെല്ലാം കൂടി വേവിച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റ് സമയം കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം മാങ്ങയും ചക്കക്കുരും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൂടുതൽ വെന്ത് ഉടയണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ട് വേവിക്കുക. ഇപ്പോൾ ചക്കക്കുരു ഏകദേശം വെന്തിട്ടുണ്ട്, ഏകദേശം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് ഉടയുന്ന പരുവമല്ല, പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് ഇനി തേങ്ങ അരപ്പെല്ലാം ചേർക്കുന്നത്. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് ആ മിക്സ് ഞാൻ നേരത്തെ അരച്ചെടുത്തത്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അഥവാ കുറുകിയ കറിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു സെമി ഗ്രേവി ടൈപ്പാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുക. കടുക് താളിച്ച ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ്. ഇത് ചോറിനൊപ്പം കഴിക്കാവുന്ന നല്ലൊരു നാടൻ കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സാധാരണയായിട്ട് നാട്ടുമ്പുറങ്ങളിലെല്ലാം ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇപ്പോൾ അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. തിള വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കടുക് താളിക്കാം.
അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് കടുക് താളിച്ചെടുത്തു. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് വിളമ്പി അതിലേക്ക് കടുക് താളിച്ചതും കൂടി ഒഴിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.